ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡാവിഞ്ചി റിസോൾവിൻ്റെ ബേസിക്സ് ആണ്. അതായത് ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ അത്യാവശ്യം മോശമില്ലാതെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ സ്പെക്ക് എന്താണെന്നുള്ളതുകൂടി നമുക്ക് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഫ്രീ വെർഷനാണ് കേട്ടോ. നമുക്ക് ഫ്രീ വെർഷനും പെയ്ഡ് വെർഷനും ഉണ്ട്. പെയ്ഡ് സ്റ്റുഡിയോ വെർഷനാണ്. അത് നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ എഡിറ്റിങ്ങായിട്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഉപയോഗമുള്ളതാണ് ഈ സ്റ്റുഡിയോ വെർഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഫ്രീ വെർഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നണ്ട. ഫ്രീ വെർഷനിൽ നമുക്ക് ലീഗലി അവരുടെ നമുക്കൊരു ക്രാക്ക് ഒന്നുമില്ലാതെ ലീഗലായിട്ട് തന്നെ ഈ ഡാവിഞ്ചി റിസോൾവിൻ്റെ 20 അതായത് ഡാവിഞ്ചി റിസോൾവ് 20 എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് ക്രോമിൽ പോയിട്ട് ഡാവിഞ്ചി റിസോൾവ് ഫ്രീ ഡൗൺലോഡ് എന്ന് മാത്രം ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അവരുടെ സൈറ്റിലോട്ട് പോവും. അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഈ ഒരു ഡാവിഞ്ചി റിസോൾവ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ആദ്യം വരുന്നത്. അതിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇത് ഞാൻ ചെറുതാക്കി ഇട്ടതാണ്. കാരണം വർക്കിൻ്റെ തംബ്നെയിൽ വിസിബിൾ ആക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തംബ്നെയിൽ വലുതായിട്ട് കാണാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കാണാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ റീസെൻ്റ്ലി തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള സേവ് ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ഇവിടെ ഇങ്ങനെ നിരനിര കൊടുത്തേക്കും. അപ്പോൾ അത് അല്ലാതെ നമുക്കൊരു പുതിയൊരു വർക്ക് തുടങ്ങാനായിട്ട് 2 രീതിയുണ്ട്. അതായത് ഒരു രീതി നമുക്ക് ഓർഗനൈസ് ചെയ്ത് ചെയ്യാം. ഒന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആഡ് ഫോൾഡർ, അതായത് ആഡ് ന്യൂ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ, അവിടെ നമുക്ക് വേണമെങ്കിൽ പിക്സൽ എന്ന് മാത്രം കൊടുക്കാം. പിക്സൽ എന്ന് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പിക്സൽ എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. ഈ ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡറിനകത്തോട്ട് വരും. കണ്ടല്ലോ. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടുള്ള വെഡ്ഡിങ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രദറിൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ബ്രദറിൻ്റെ വർക്കുകളെല്ലാം ഞാൻ അതിനകത്താണ് സേവ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കിവിടെ കുറച്ചൊന്ന് സോർട്ട് ചെയ്ത് മാറ്റിയിടാൻ പറ്റുന്നൊരു സെറ്റപ്പാണ് ഈ ഒരു ഫോൾഡർ സെറ്റപ്പ്. അല്ലെങ്കിൽ എല്ലാം കൂടി നിര ഇങ്ങനെ ഒരുപാട് കിടക്കും. ഫോൾഡർ സെറ്റപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ മാത്രം സേവ് ചെയ്യാം. ഇനി ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് ഇനി ഇതിനകത്തായിരിക്കും സേവായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തു. ഡിഫോൾട്ടായിട്ട് ഇതിൽ ലൊക്കേഷൻ C ഡ്രൈവിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഡിഫോൾട്ടായിട്ട് തന്നെ ഇട്ടേക്കുവാണ്. ഇനി ഇതിൽ നമുക്ക് ടെസ്റ്റ് എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത ഉടനെ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇവിടെ താഴെയും കുറേ പാനലുകൾ കാണാം അല്ലേ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ മീഡിയ എന്ന് പറയുന്ന ഒരു പാനലുണ്ട്. അതുപോലെ ഇവിടെ കട്ടുണ്ട്, ഇവിടെ എഡിറ്റുണ്ട്, ഇവിടെ ഫ്യൂഷനുണ്ട്, കളറുണ്ട്, ഇവിടെ ഫെയർ ലൈറ്റ്സ് ഉണ്ട്, അതുപോലെ ഡെലിവറി ഉണ്ട്. ഇങ്ങനെ കുറേ പാനലുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഞാൻ ഡീപ്പായിട്ടുള്ള ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുമില്ല. നിങ്ങൾക്ക് ഒരു ഡാവിഞ്ചി ഉപയോഗിച്ച് ഒരു വർക്ക് എങ്ങനെ ചെയ്യാം. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം ബേസിക്കായിട്ട് എഡിറ്റിംഗ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വെഡ്ഡിങ് വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നോർമൽ റീലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അല്ലാതെ ഫിലിം എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരൊന്നും എന്തൊക്കെയാലും എൻ്റെ വീഡിയോ കാണാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. അല്ലാതെ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. കാരണം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ഈ വീഡിയോ തീരില്ല. കോംപ്ലിക്കേഷൻസ് ഒരുപാടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യുന്ന 2 പാനലുകൾ പറഞ്ഞു തരട്ടെ. ചിലപ്പോൾ എഡിറ്റിംഗ് മാരകമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തമാശയായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ 2 പാനലുണ്ടല്ലോ, ഈ മീഡിയ എന്ന് പറയുന്ന പാനലും ഈ ഒരു കട്ടെന്ന് പറയുന്ന പാനലും ഞാൻ സ്വാഭാവികമായിട്ടും അവോയ്ഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കാറില്ല. മിക്കപ്പോഴും എന്നല്ല, ഒരു പരിധി വരെയും ഞാനിത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈ കാണുന്ന മീഡിയ ആൻഡ് കട്ട് ഇത് നമുക്ക് ഓഫ് ചെയ്തിടാനും പറ്റും കേട്ടോ. അതിപ്പോൾ പറയുന്നില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് എഡിറ്റ് എന്ന് പറഞ്ഞ് മൂന്നാമതൊരു പാനൽ കാണും ഇവിടെ. അത് ക്ലിക്ക് ചെയ്യുക. ഈ പാനലാണ്
കോമൺലി മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും ഈ ഒരു പേജിലാണ്. ഈ ഒരു എഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാനലിലാണ് ഞാൻ പരിപാടിയെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ അളവൊക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റും. ഇത് ഇവിടെയൊക്കെ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ലൈനിൻ്റെ അളവൊക്കെ ഇങ്ങനെ മാറ്റാം. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു ഇതിലൊരു ഓട്ടിച്ച് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള സിമ്പിൾ വീഡിയോ കഴിഞ്ഞൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഇപ്പോഴത്തെ വൈറൽ റീല് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ അതിൽ ഓൾറെഡി സിമ്പിളായിട്ട് ഓടിച്ചൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് വന്നാൽ അത്രയും നല്ലതേ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ലൈനിൻ്റെ പാനലെന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ വലിച്ചിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഒരു എഡിറ്റിംഗ് പേജ് തന്നെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം ഉണ്ട്. നമ്മളിവിടെ മീഡിയാസിന് വേണ്ടി പ്രത്യേകം കൊടുത്തിട്ട് അവിടെ വലിച്ചിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഈ എഡിറ്റിംഗ് പാനൽ എടുക്കുക, ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ മാസ്റ്ററിൻ്റെ തൊട്ട് താഴെ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ബിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ന്യൂ ബിന്നിൽ ഓപ്ഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ 01 എന്നും പറഞ്ഞ് കൊടുത്തു. ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. അടുത്ത ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് 02. ഓക്കെ, 2 ഫോൾഡർ ക്രിയേറ്റ് ആയി. ഈ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനാണ് കൂടുതലായിട്ടും ഈ മീഡിയ എന്ന് പറയുന്ന പേജൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിവിടെ തന്നെ നമുക്ക് ചെയ്യാം. കുറച്ചും കൂടി അതായത് ഫോൾഡറുകളും ഫയലുകളും മാത്രം നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഗാലറി എന്നല്ല, നമ്മുടെ ഫയൽസിൽ നിന്ന് ഡയറക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതും കൂടി ഈ ഒരു മീഡിയ ഫോൾഡറിലുണ്ട്. അതൊന്നും നമ്മളിപ്പം വറീഡ് ആവണ്ട, അതൊന്നും വേണ്ട, നിങ്ങളത് മറന്നേക്കുക. ഇപ്പം നമുക്ക് ഇതിനെപ്പറ്റി മാത്രം സംസാരിക്കാം. ഈ എഡിറ്റിംഗ് പേജിൽ അപ്പോൾ ഇത് രണ്ടും നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടു. ഈ ഫോൾഡർ ഇട്ട് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോൾഡർ ഇപ്പോൾ വീഡിയോയ്ക്കാണെങ്കിൽ സെക്കൻഡ് ഫോൾഡർ ഇപ്പോൾ നമ്മളൊരു മ്യൂസിക്കുകൾ മാത്രം ഇടുന്നതായിരിക്കും. അടുത്തൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ സൗണ്ട് എഫക്ട്സ് മാത്രം കൊണ്ടുവന്നിടുന്ന ഫോൾഡർ ആയിരിക്കാം. അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ ഈ 01 എന്ന് പറയുന്ന ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണാം മാസ്റ്ററിൽ 01 എന്നുള്ള ഫോൾഡർ ഓപ്പണായി. ഞാൻ ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഞാൻ 2 വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് ഈ ഡാവിൻസിയുടെ ആപ്പിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ഭാഗത്ത് വിട്ടു കൊടുക്കുക. അപ്പോൾ ചേഞ്ച് കൊടുക്കുക. ഇത് നമ്മളിടുന്ന ക്ലിപ്പിൻ്റെ ഫ്രെയിം റേറ്റിനനുസരിച്ച് ചേഞ്ച് ആവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡോൺ ചേഞ്ച് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഓൾറെഡി ഡിഫോൾട്ടായിട്ടൊരു ഫ്രെയിം റേറ്റ് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും, അത് തന്നെ മതി എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഏതാണോ അതിൻ്റെ ഫ്രെയിം റേറ്റിലോട്ട് നമ്മുടെ ഈ ഒരു എൻ്റർ വർക്കിൻ്റെ ഫ്രെയിം റേറ്റ് ഒന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ചേഞ്ച് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ കാണാം നമ്മുടെ വീഡിയോസ് രണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒരു വീഡിയോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കും. ഇവിടെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. വേറൊരു പേജിൻ്റെ ആവശ്യമില്ല. ഈ കട്ട് പേജിൻ്റെ ആവശ്യമൊന്നും നമുക്കിനി വരുന്നില്ല. അതിവിടെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഇതിലൊരു ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഈ ഒരു പോയിൻ്റ് ആണല്ലോ, ഈ ഓറഞ്ച് പോയിൻ്റാണ് ഓടി ഇങ്ങനെ പോകാൻ പോകുന്നത്. ഈ ഒരു ഓറഞ്ച് പോയിൻ്റ് അതിനെ കൊണ്ടുവച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്യുക. കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ പെൺകുട്ടി തിരിഞ്ഞ് നോക്കുന്ന ഇവിടം തൊട്ടാണ് വേണ്ടതെങ്കിൽ എവിടെയാണോ എത്തുന്നത് അവിടെ ഒന്ന് പോസ് ചെയ്ത് വയ്ക്കുക. പോസ് ചെയ്ത് വെച്ചിട്ട് ഐ ഞെക്കുക. ഐ എന്ന് പറയുന്നത് ഇന്നും ഔട്ടും സെലക്ട് ചെയ്യുന്നതാണ്. ഐ ക്ലിക്ക് ചെയ്യുക. ഐ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തിട്ട് ഇത്രയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, പെൺകുട്ടി നോക്കുന്നത് വരെ മതി. ഇത് തൊട്ട് ഇതുവരെ മതി. അപ്പം ഏതുവരെ വേണം എന്ന് സെലക്ട് ചെയ്യുന്നത് ഓ മീൻസ് ഔട്ട്. ഇന്നും ഔട്ടും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രസ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് മനസ്സിലാവും. അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇത് നേരെ ഇവിടെ നിന്ന് വലിച്ച് നമ്മുടെ ടൈം ലൈനിലോട്ട് ഇടാൻ പോവുകയാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് പിടിച്ച് പതുക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ടൈം ലൈനിൽ എത്തുമ്പോൾ അങ്ങ് വിട്ടു കൊടുക്കുക. ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഇനി ഫ്രണ്ടിലോട്ട് നീക്കി വയ്ക്കുക കേട്ടോ. ഫ്രണ്ടിലോട്ട് നീക്കി വയ്ക്കാനായിട്ട് ഇവിടെ വലിച്ചിട്ടാൽ കുഴപ്പമില്ല. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്ത് ഇതങ്ങ് സൈഡിലോട്ട് പൊക്കോളും. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടല്ലേ കാണുന്നത്, ഇതിനെ വലുതാക്കാൻ നമുക്ക് പറ്റും. എങ്ങനെയാണ്? ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് നമ്മുടെ മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലുതാവും. അപ്പോൾ ഇതിന് ഹൈറ്റ് മാത്രമല്ലേ കൂടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കാണാൻ പറ്റും. പക്ഷേ ഇനി ഇതിൻ്റെ വീതി കൂടെ ഒന്ന് കൂട്ടാൻ എന്ത് ചെയ്യണം എന്നുവെച്ചാൽ കുറച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ അതാണല്ലോ സുഖം, വലിയ രീതിയിൽ ഫയൽ കാണുന്നതല്ലോ സുഖം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആൾട്ട് ഞെക്കി പിടിച്ച് സ്ക്രോൾ ചെയ്യുക ഒന്നുകൂടി.
അപ്പോൾ ഈ ഒരു ഫയൽ മൊത്തത്തിൽ ഒന്ന് വലുതായി വരും. ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് സ്ക്രോൾ ചെയ്താൽ വീണ്ടും ചെറുതാക്കാം, ആൾട്ട് ഞെക്കി പിടിച്ച് സ്ക്രോൾ ചെയ്താൽ ചെറുതാക്കാം, തിരിച്ച് സ്ക്രോൾ ചെയ്താൽ വലുതാക്കാം. ഈ കൺട്രോൾ ഞെക്കി പിടിച്ച് ഞെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ടൈം ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടിയിട്ടാണ്. കൺട്രോൾ ഞെക്കി പിടിച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കോളും. അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോയുടെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നു. അവിടെ ഇട്ട് നമ്മൾ ഇൻ ആൻഡ് ഔട്ട് കട്ട് ചെയ്തിട്ട് വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടുന്നു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ മ്യൂസിക് വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ മ്യൂസിക് ഒന്നും ഇട്ടിട്ടില്ല, ഞാനൊരു മ്യൂസിക്കും അതുപോലെ തന്നെയാണ് നമ്മളിവിടെ സെക്കൻഡ് ഒരു ഫോൾഡർ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഫോൾഡർ, സെക്കൻഡ് ഫോൾഡർ ഇതാണ്. ഈ ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ മാസ്റ്ററിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ മ്യൂസിക് എവിടെ നിന്നാണോ അവിടെ നിന്ന് വലിച്ച് ഇതിലോട്ട് കൊണ്ടിടുന്നു. അപ്പോൾ മ്യൂസിക് ഇവിടെ വന്നിട്ടുണ്ട്. മൗസ് കൊണ്ടുപോയി അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ, അതിപ്പോൾ വീഡിയോ ആയാലും മൗസ് ഓടിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്ലേ ആവും. കണ്ടോ, നിങ്ങൾ മൗസ് ഇങ്ങനെ പതുക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ പ്ലേ ആവും. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ വീഡിയോ കട്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ മാത്രമല്ല ഇവിടെ ഇട്ടും കട്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതിന് തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഒരു ബാർ കണ്ടല്ലോ, ഈ ഒരു ബാർ പിടിച്ച് ഇങ്ങനെ വലുതാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ വലുതായി വരും. കണ്ടല്ലോ, വലുതാക്കി വെച്ചതിന് ശേഷം ദേ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു വീഡിയോ കട്ട് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഓടിക്കുമ്പോൾ ഒരു ബാർ കണ്ടോ, ഒരു ഓറഞ്ച് കളറ് ബാർ ഇങ്ങനെ കൂടെ വരുന്നത് കണ്ടോ. അപ്പോൾ ഞാനിവിടെ പ്ലേ ചെയ്യാണ്. ഇത് ഇവിടെ തൊട്ടാണ് എനിക്ക് വേണ്ടതെന്ന് വെച്ചോളൂ. ഇവിടെ തൊട്ട് വേണമെങ്കിൽ അവിടെയാണോ വേണ്ടത് അവിടെ മൗസ് പോയിൻ്റ് കൊണ്ടുവച്ചിട്ട് ഐ പ്രസ് ചെയ്യുക. ഐ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരണ്ട, ഇവിടെ ഇട്ട് തന്നെ ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് പ്രസ് ചെയ്യാം. ഇത് ഇവിടെ ഇങ്ങനെ ഓടിച്ച് ഇതുവരെ എടുക്കുകയാണ്, പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത്രയും അങ്ങ് സെലക്ട് ആയി. ഇനി നമ്മൾ ഇവിടെ ഞെക്കി പിടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ടാലും നമ്മൾ ഏതുവരെയാണ് സെലക്ട് ചെയ്തത് അത് മാത്രം ഇതിനകത്ത് വരും. കണ്ടല്ലോ, മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് ഇങ്ങനെ പിടിച്ച് നീക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇവിടെ ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഞെക്കിയിട്ട് ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങ് വന്നോളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ നിങ്ങൾ ബാക്ക് സ്പേസ് അടിച്ച് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ കുറച്ചും കൂടി വലുതാക്കണം. അതായത് ഇത്രയും കൊണ്ടുവന്നു നോക്കിക്കോളൂ, കുറച്ചും കൂടി വേണം. ഇതുകൂടെ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ മൗസ് പോയിൻ്റ്, അതായത് ഈ ഒരു സെലക്ഷൻ ടൂൾ കണ്ടോ, ഈ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇവിടെ മൗസ് പോയിൻ്റ് കൊണ്ടുവച്ചിട്ട് ഇത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ ഇതുവരെ വയ്ക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോൾഡറിൽ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്ലേ ചെയ്ത് നോക്കുക. ഫസ്റ്റ് കൊണ്ട് വെച്ചിട്ട് പ്ലേ ചെയ്യുക. വീഡിയോ കട്ട് ചെയ്ത് കണക്ക് തന്നെയാണ് ഇതും. ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പോണേ. ഇത് ഫ്രീ മ്യൂസിക് ആയതുകൊണ്ട് ഇങ്ങനെ ആകുന്നത്. ഞാൻ എൻ്റെ കിടന്നൊരു മ്യൂസിക് എടുത്തതേ ഉള്ളൂ. ഏതെങ്കിലും മ്യൂസിക് മതിയല്ലോ. അപ്പോൾ ഇതിൽ ഇന്നും ഔട്ട് ഞാൻ സെറ്റ് ചെയ്യാണ്. ഇവിടെ ഇൻ കൊടുത്തു. ഇവിടെ ഓയും കൊടുത്തു. എന്നിട്ട് ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് വലിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ്. വലിച്ചുകൊണ്ട് വന്ന് ഈ താഴെ വിടണം. താഴെ ഇവിടെ വിടുമ്പോൾ ഈ മുകളിൽ കാണുന്നത് വീഡിയോ ക്ലിപ്സുകൾ വരുന്ന ഭാഗവും താഴെ കാണുന്നത് ഓഡിയോ ക്ലിപ്സും നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഞാൻ ഒന്ന് മാറ്റി കാണിച്ചു തരാം. ഇത് ഈ ലൈൻ കണ്ടോ, ഈ ലൈനിൻ്റെ തൊട്ട് മുകളിൽ വരുന്നതെല്ലാം വീഡിയോ ക്ലിപ്പുകളെല്ലാം ഇടേണ്ട സ്ഥലമാണ്. താഴെ കാണുന്നതാണ് ഓഡിയോ ക്ലിപ്പുകൾ അറേഞ്ച് ചെയ്യേണ്ട സ്ഥലം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊരു ഓവർലേ ആയിട്ടൊരു വീഡിയോ കൊണ്ടുവരണമെങ്കിൽ ഇതിനെ വലിച്ച് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി. കണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇനി കാണാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ക്ലിപ്പ് ഇട്ട് തന്നെ എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മ്യൂസിക് വലിച്ചിവിടെ കൊണ്ടുവച്ചു. ഇത് കുറച്ചുകൂടി ഞാൻ സൂം ചെയ്യട്ടെ. സൂം ചെയ്യുന്ന പറഞ്ഞു, ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് മൗസ് സ്ക്രോൾ ചെയ്താൽ മതി. ടൈം ലൈൻ വലുതാവും ചെറുതാവും. കേട്ടല്ലോ, ഇനി നമ്മളിവിടുന്ന് പ്ലേ ചെയ്യാണ്. ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു മ്യൂസിക് ഇത് ഇവിടെ കിടക്കുകയാണെന്ന് വെച്ചോളൂ. നമ്മൾ
ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഞെക്കിയിട്ട് ഇപ്പം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഞെക്കിയിട്ട് ഇതിനെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കാനായിട്ട് എളുപ്പ വഴി ഇവിടെ ഞെക്കി ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇനി വന്ന് ജോയിൻ്റ് ആവും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഞെക്കുന്നു, ബാക്ക് സ്പേസ് അടിക്കുന്നു, കണ്ടല്ലോ. ഇനി ഒരു പ്രശ്നമുണ്ട്, അതായത് ഒരു പക്ഷേ നിങ്ങൾ താഴെ ഇട്ടിരിക്കുന്ന മ്യൂസിക് ഈ വീഡിയോയുടെ തന്നെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ചായിരിക്കും നിങ്ങൾ വലിച്ചിടുക. അങ്ങനെ ഈ വീഡിയോയുടെ തന്നെ ഇപ്പം ഒരു ആൾ സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ അതിൻ്റെ തന്നെ ഓഡിയോ ഇതിൻ്റെ കൂടെ കാണുമല്ലോ. അപ്പോൾ ഈ വീഡിയോ സെലക്ട് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് സെലക്ട് ആവും? ഈ ഒരു ഓഡിയോ കൂടി സെലക്റ്റായി കിടക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇതങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ ഈ ഒരു സാധനം ലോക്ക് സെലക്ട് ആണോ എന്നുള്ളത് നോക്കുക. ഈ ലോക്ക് സെലക്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെയുള്ള ഓഡിയോ ആണെങ്കിൽ ഇതും കൂടെ ഇനി വരില്ല. ഇത് അവിടെ തന്നെ ഇങ്ങനെ പാതിയിൽ കിടക്കും. അതിവിടെ എററായിട്ട് കാണിക്കും, ഒരു റെഡായിട്ട് കാണിക്കും. പക്ഷെ എന്നാലും ഇത് കൂടെ ഇനി വരാതെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. ഞാൻ നോക്കട്ടെ, ഒരു വീഡിയോ അങ്ങനത്തെ എടുത്തിട്ടിട്ട് ഞാനത് കാണിച്ചു തരാം. അതും കൂടി കാണിച്ചിട്ട് പോവാം. ഇതിപ്പോൾ ഞാൻ തിരിച്ച് ഇവിടെ അലൈൻ ചെയ്ത് വെക്കുകയാണ്, എന്നിട്ടൊന്ന് ചെറുതാക്കി വെക്കുന്നു. ഓക്കെ, ഇനി ആ ഒരു വീഡിയോ കൊണ്ട് ഞാൻ വലിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്തിടാം. ഞാൻ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇന്നും കുറച്ച് ഇങ്ങോട്ട് വെച്ച് ഓയും ഔട്ടും ഇന്നും ഔട്ടും ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 ഓപ്ഷൻസ് വന്നു. ഇതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓഡിയോ ഉള്ളത് തന്നെ കൊണ്ടുവന്നത്. ഈ നേരത്തെ 2 വീഡിയോയിൽ ഓഡിയോ ഇല്ല കേട്ടോ, അതുകൊണ്ട് അത് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ 2 പോയിൻ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഈ ഒരു ഡിസ്പ്ലേയിലോട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ വീഡിയോയിലൊരു ഐക്കണും ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കണും കാണാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചേന്ന് വീഡിയോ മാത്രം ടൈം ലൈനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിടാം. അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിക് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മ്യൂസിക്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ മ്യൂസിക് മാത്രമായിട്ട് ഇങ്ങോട്ട് വരും. അല്ല ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് നിങ്ങൾക്ക് വരേണ്ടതെങ്കിൽ നേരത്തെ ചെയ്താണെങ്കിൽ ഈ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് വലിച്ചുകൊണ്ട് വന്നാൽ രണ്ടും കൂടി ഒരുമിച്ച് ഇത് ഇവിടെ വരും. കണ്ടല്ലോ. ഇനി ഞാനിവിടെ ബാക്ക് സ്പേസ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഇത്രയും ബ്ലാങ്ക് ആയിട്ട് ഇത് കിടക്കുവാണല്ലോ. ഇത് ഈ വീഡിയോ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരാതെ ഇവിടെ വെച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇതും കൂടി ഓടി വരുന്നത് കണ്ടോ. ഞാൻ ഇനി ഈ ഒരു ലിങ്ക് കണ്ടോ, ഈ ചെയിനിൻ്റെ പടം ഡിസേബിൾ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ അടിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒരു എററിൻ്റെ മെസ്സേജ് കാണിക്കും, ഒരു റെഡ് ആവും. ഇത് മൈനസും പ്ലസ്സും ആയിട്ട് ഇവിടെ ഇങ്ങനെ റെഡിൽ കാണിക്കും. പക്ഷേ അപ്പോൾ നിങ്ങൾ തിരിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് മാറും. കണ്ടോ റെഡ് വരുന്നുണ്ടോ. അപ്പം ഇത് തിരിച്ചുകൊണ്ട് ഈ റെഡ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ എന്നാലും ഒരുപാട് നമ്മൾ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഒരു വെഡ്ഡിങ്ങിൻ്റെ ഹൈലൈറ്റ് തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് ക്ലിപ്സുകളും സൗണ്ട്സുകളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബാക്ക് സ്പേസ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് ശ്രദ്ധിക്കില്ല. അപ്പോൾ നമുക്കത് പിന്നെ എഡിറ്റിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ ഇത് എനേബിൾ ആക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ഈ ബാക്ക് സ്പേസ് അടിച്ച് കളിക്കാം. മാക്സിമം അത് ചെയ്യാതെ എന്ത് ചെയ്യണം, മാനുവലി കുറച്ചുകൂടി സൂം ചെയ്ത് വെച്ചിട്ട് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം വിചാരിക്കുക, കറക്റ്റിന് കയറി പിടിച്ച് അവിടെ ഒട്ടുന്നില്ലെന്ന്. ഇപ്പം ഞാനിപ്പോൾ ഇതിനെ വലിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഇതിവിടെ കയറി ഒട്ടി അങ്ങ് പിടിക്കുന്നുണ്ട്. ഈ ഒരു ക്ലിപ്പുമായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട്. ഇത് മാറ്റി കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കൊണ്ട് വന്നപ്പോൾ തന്നെ അതങ്ങ് ഒട്ടി പിടിച്ചു. അതെങ്ങനെയാണെന്നറിയോ, ഇത് ഇവിടെ കണ്ടോ ഒരു കാന്തത്തിൻ്റെ പടം, അതൊരു മാഗ്നറ്റിൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മാഗ്നറ്റിൻ്റെ പടം ഓൺ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇത് പിടിക്കില്ല. കണ്ടോ, ഇത് പിടിക്കാതെ അങ്ങ് പോകണം. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ അങ്ങ് പിടിക്കുന്നില്ല. ഞാൻ ഇവിടെ വരെ കൊണ്ടുവച്ചിട്ട് ഒന്നും പിടിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ മാഗ്നറ്റ് ഓൺ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വരെ കൊണ്ടുവരുമ്പോൾ തന്നെ അങ്ങ് പിടിക്കും. നിങ്ങൾക്കത് ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഫീല് മനസ്സിലാവാതെ ഇപ്പോൾ തന്നെ ഒട്ടി അങ്ങ് പിടിച്ചോളും. അപ്പോൾ അത് ഒന്ന് എനേബിൾ ആണോന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് ബേസിക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നും കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഇവിടെ നമുക്കൊന്ന് ആൾട്ട് ഞെക്കി പിടിച്ച് വലുതാക്കിയതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഇതിൽ സ്ലോ മോഷൻ, എന്ത് വീഡിയോ എഡിറ്റ് ചെയ്താലും ആദ്യം നിങ്ങൾക്ക് വേണ്ടി വരുന്നത് സ്ലോ മോഷനാണ്. അപ്പോൾ ഈ സ്ലോ മോഷൻ ഇത് ഓൾറെഡി ഇതൊരു സ്ലോ മോഷൻ വീഡിയോ ആണ്. സ്ലോ മോഷൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമുക്കിവിടെ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഏത് ക്ലിപ്പാണോ നമുക്ക് സ്ലോ മോഷൻ ആക്കേണ്ടത് ആ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചുകൂടെ വലുതാക്കട്ടെ ഇതിനെ. ഓക്കെ, ഈ ഒരു
ടൈം ലൈനിൽ ഇത് കുറച്ചൊന്ന് ഹൈറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ. ഞാൻ ഇതിവിടെ ഇൻറ്റു ചെയ്യുകയാണ്. ഒന്നും കൂടി Ctrl+R പ്രസ് ചെയ്യാം. അപ്പോൾ അതേ ഇവിടെ ഈ താഴെ 100% ഉണ്ട്. അവിടെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടെ കണ്ടോ കുറച്ച് ഹൈറ്റ് വന്നില്ലേ, ആ ഒരു ഭാഗത്ത് മൗസ് പോയിൻ്റ് കൊണ്ടുവയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോ മാർക്ക് വരും. ഈ ആരോ മാർക്ക് വന്നതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് തിരിച്ച് ബാക്കിലോട്ടായി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ സ്പീഡ് കൂടും. ഞാൻ കാണിച്ചു തരാം. തിരിച്ച് റിവേഴ്സ് ആക്കി, അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടും. കണ്ടോ, സ്പീഡ് കൂടി. നമ്മളിത് മുന്നോട്ടാക്കും തോറും ഇതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്ലിപ്പ് മാറ്റിയിട്ട് നമ്മൾ സ്പീഡ് കുറയ്ക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ മുന്നോട്ടാക്കും തോറും ഇവിടെ കാണാം എത്ര ശതമാനം സ്പീഡ് ആയി വരുന്നുണ്ടെന്ന്. ഇപ്പോൾ 64% കണ്ടോ, ഇങ്ങനെ കുറഞ്ഞു വരും. കണ്ടോ, നല്ല സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. തിരിച്ചാക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടും. ഞാൻ കാണിച്ചു തരാം. സ്ലോ മോഷനൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത സ്റ്റെപ്പായിട്ട് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമ്മൾ 2 വീഡിയോകൾ തമ്മിൽ ഈ വരുന്ന ട്രാൻസിഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അത് ഇതിൽ നിന്നും ഈ വീഡിയോയിലോട്ട് ജമ്പ് ചെയ്ത് പോകുമ്പോൾ ഉള്ള ട്രാൻസിഷൻ. അതായത് ഇപ്പം നടക്കുന്നത് എന്താ ഉണ്ടോ, അടുത്തൊരു വീഡിയോയിലോട്ട് ചുമ്മാ അങ്ങ് പോവുകയാണ്. അതായത് ഇതിൽ നിന്ന് പ്ലേ ആയി ഇതിലോട്ടങ്ങ് മാറുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടതല്ല, ഇതിൽ നിന്നും അടുത്തൊരു വീഡിയോട്ട് പോകുമ്പോൾ ഉള്ള ട്രാൻസിഷൻ എങ്ങനെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് സിമ്പിളായിട്ട് ഈ മീഡിയ പൂൾ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വേറെ ഒന്നും നിങ്ങൾ നോക്കരുത്. ഈ എഫക്ട്സ് എന്നുള്ള ഈ ഒരു പാനൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇതൊന്നും കണ്ട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അതിലിവിടെ വീഡിയോ ട്രാൻസിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇവിടെ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻസും എന്ത് തരത്തിലുള്ള ട്രാൻസിഷൻസ് ആണെന്ന് ഇവിടെ ഒന്ന് കാണിച്ചു തരും. നോക്കിക്കോളൂ, ഞാൻ ഓടിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ അടുത്ത വീഡിയോയിലോട്ട് വരും. അല്ലെങ്കിൽ ഇതിപ്പോൾ ബ്ലറായിട്ട് അടുത്തൊരു വീഡിയോയിലോട്ട് ഇങ്ങനെ വരും. ഇങ്ങനെയുള്ള ഓരോ മോഡലും ഇങ്ങനെ ഇവിടെ കാണിച്ചു തരും. കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിൻ്റെ പേര് നോൺ അഡിറ്റീവ് ഡിസോൾവ്, ഈ സാധനം ഞാൻ വലിച്ച് ഇങ്ങോട്ട് ഇടുവാണ്. ഇതിലോട്ടിട്ടു. അതായത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? പെട്ടെന്ന് ചെയ്തല്ലേ. ഈ ഒരു സാധനം ഞെക്കി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ 2 വീഡിയോയിലും നടുക്കായിട്ട് ആക്കുക. ഇങ്ങനെ ആയി പോരുത്, എങ്കിൽ ഒരു വീഡിയോയിൽ മാത്രമേ വീഴൂ. നടുക്കായിട്ട് 2 വീഡിയോയിലും കൂടെ വീഴുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 2 വീഡിയോയിലും കൂടി അത് വീണിട്ടുണ്ട്. നമ്മൾ ഇനി ഒന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്കിത് വേണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഇത് കണ്ടല്ലോ, ഈ ഒരു സാധനത്തിൻ്റെ, അതായത് ട്രാൻസിഷൻ്റെ ഈ ഒരു ബോർഡറിൽ താഴെയായിട്ട് ഈ സൈഡിലായിട്ട് മൗസ് പോയിൻ്റ് കൊണ്ടുവയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ആരോ മാർക്ക് വരും. കണ്ടോ, 2 ആരോ മാർക്കും 2 ലൈൻസും കൂടിയുള്ളൊരു സാധനം. ഇത് വന്നതിന് ശേഷം മൗസ് ഞെക്കി പിടിച്ചത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എക്സ്പാൻഡായി വരും. 2ലും കൂടി മിക്സായി എത്ര വേണോ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. മനസ്സിലായല്ലോ. ഞാൻ ഇത്രയേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പതുക്കെ കുറച്ചും കൂടി ബ്ലെൻഡായിട്ട് മാഞ്ഞു വരും. കണ്ടോ, ഇനി അടുത്തതുണ്ട്, വേറെയുണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളൊക്കെ കാണുന്ന പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓരോന്നായിട്ട് നിങ്ങൾക്ക് ചോദിക്കും. അത് നമ്മളിപ്പം ഈ വുഷ് എഫക്റ്റ് കിടുമല്ലോ, ഇങ്ങനെ പെട്ടെന്ന് ഫുഷ് എന്നും പറഞ്ഞിട്ട് മാഞ്ഞു പോകുന്നിട്ടില്ലേ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ സ്ട്രെച്ച് ബ്ലറുണ്ട് കേട്ടോ, മാഞ്ഞു പോകുന്നത് അതുണ്ട്. പിന്നെ സൂമിനുണ്ട്, സൂമായിട്ട് അടുത്തത് വരുന്നുണ്ട്. ഈ സ്ട്രെച്ചിനെ ഞാൻ വലിച്ചിടാം. ഈ വലിച്ചത് ഇതിൻ്റെ മണ്ടയിൽ തന്നെ കൊണ്ടങ്ങ് വിട്ടാൽ മതി. ഇതിൻ്റെ മണ്ടയിൽ വിട്ടു കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ചുകൂടി ചെറുതാക്കുകയാണ്. ഇതിൽ സ്ട്രെച്ചിൻ്റെ നല്ലോണം എഫക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെച്ചിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇൻ കേസ് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ എഫക്റ്റൊക്കെ പറ ഇങ്ങനെ മാറ്റുമ്പോൾ പതുക്കെ ചെയ്താൽ കുഴപ്പമില്ല. ഇത് പറ മാറ്റുമ്പോൾ നിങ്ങളുടെ സ്പെക്ക് ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സ്പെക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പറയാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സ്പെക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ്, മാരകമായിട്ടുള്ള ഗ്രാഫിക്സ് കാർഡൊന്നും അല്ലെങ്കിൽ നല്ല രീതിയിൽ ലാഗ് അടിക്കും ഇങ്ങനെയുള്ള ഈ എഫക്ട്സ് ഒക്കെ വലിച്ച് ടൈം ലൈനിൽ ഇടുന്ന സമയത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് ഇപ്പോൾ ഈ എഫക്ട്സ് വരുന്നതിൻ്റെ ഇവിടെ ചെറിയൊരു ലാഗ് അടിച്ചാണ്ടോ, അത് ഞാൻ തുരുതുരാ ഇങ്ങനെ മാറ്റുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. കാരണം അതുമാത്രമല്ല, കമ്പ്യൂട്ടർ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വേറെയും വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ റെസ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിൽ ഓവർ ഹീറ്റൊക്കെ ആയി കഴിഞ്ഞാലും ഇങ്ങനൊരു പ്രശ്നം വരും. അപ്പോൾ ആ ഒരു എഫക്റ്റ് കുറച്ചുകൂടി സ്മൂത്ത് ആവാൻ ഒരു വഴിയുണ്ട്. നിങ്ങളിവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ റെൻഡർ ക്യാഷെ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ വന്നിട്ട് ഇവിടെ സ്മാർട്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അത് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു റെഡ് ലൈൻ വന്നു കണ്ടല്ലോ, ഇതിപ്പോൾ നീലയായല്ലേ. അതിനർത്ഥം എന്താ, ട്രാൻസിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റെൻഡർ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ സ്റ്റക്കില്ലാതെ പ്ലേ ആവും. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്, അതൊന്ന് ശ്രദ്ധിച്ചോളുക. പിന്നെ ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഇനി വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യം പറഞ്ഞുതരാം. ഇത് സ്റ്റെബിലൈസേഷൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഈ വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഇടേണ്ട കാര്യമില്ല. ഒരു പക്ഷേ സ്റ്റെബിലൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് വീഡിയോ ആണോ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ചെറിയ വീഡിയോ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്താലോ. ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് സ്റ്റെബിലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഈ ഒരു സൈഡിൽ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവിടെ നോക്കുക, ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്ടർ ഇത് ഓഫ് ആണെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനൊരു പാനൽ വരും. അതിൽ ഇവിടെ വീഡിയോ ഓഡിയോ എന്നൊക്കെ പറഞ്ഞ് ഇത് കണ്ടോ, അതിൽ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് കുറച്ച് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റെബിലൈസേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ആയി വരും. അതിൽ ഇവിടെ കണ്ടോ വേറൊരു ഓപ്ഷന് മാറ്റണം. ഇതൊക്കെ ഡിഫോൾട്ടായിട്ടും കടന്നോട്ടെ. സ്റ്റെബിലൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. സ്റ്റെബിലൈസേഷൻ പക്കയായിട്ട് കഴിഞ്ഞു. കണ്ടോ, സ്റ്റെബിലൈസേഷൻ കഴിഞ്ഞു. ഇത് ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് ആണെന്ന് തോന്നുന്നു. വേറെ ഷേക്കിംഗ് ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ്. ഇല്ലെങ്കിലും ബെസ്റ്റാണ്. ഇവന്മാർ അടിപൊളിയായിട്ട് ചെയ്തു തരും. സ്റ്റെബിലൈസേഷനൊക്കെ പക്കയായിട്ട് ചെയ്തു തരും. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഷേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നല്ല രീതിയിൽ ആ ഷേക്ക് മാറ്റി തരും. ഒരുപാട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇതിലെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ട എന്താണ്, ഇനി എന്താണ് ഒരു വീഡിയോയിൽ വേറെ എന്താ വേണ്ടേ ഒന്ന് നോക്കട്ടെ. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ടൈറ്റിൽ വെക്കണമെങ്കിൽ ഇവിടെ ടൈറ്റിൽസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. ഈ ഒരു എഫക്റ്റിൽ തന്നെ ടൈറ്റിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ കുറേ ടൈറ്റിൽസിൻ്റെ ഓപ്ഷൻസ് ഇവിടെ വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ചൂസ് ചെയ്യുക. ഇത് കണ്ടോ, പല രീതിയിലുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊന്ന് ചൂസ് ചെയ്യുക. ഇവിടെ കണ്ടോ ഇങ്ങനെയൊക്കെ വരുന്നതുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ സാമ്പിളായിട്ട് ഇതൊന്ന് എടുക്കാം. ഇതൊന്നിങ്ങനെ വലിച്ച് ഈ വീഡിയോയുടെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. സോറി, അത് മുകളിൽ പോയി കുറച്ച് താഴോട്ടാക്കാം. ചെറുതാക്കട്ടെ. ഈ ടൈം ലൈനിൽ നിങ്ങൾക്ക് വീഡിയോ ആണ് കൂടുതൽ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെൻറ്ററില്ലേ, ഓഡിയോയുടെയും വീഡിയോയുടെയും പാനലിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് താത്ത് കഴിഞ്ഞാൽ വീഡിയോ പാനലെത്തി വലുതായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാം. അടുത്ത ഓഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. കണ്ടോ, ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു ഓപ്ഷൻ വരുന്നത്. ഇനി ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അതിൽ ഈ ക്ലീൻ ആൻഡ് സിമ്പിൾ എഴുതിയിരിക്കുന്നത് ഇതാണ്. അതിൻ്റെ ടെക്സ്റ്റ് മാറ്റേണ്ടത് ഇവിടെയാണ്. ആ ടെക്സ്റ്റിൻ്റെ സൈസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അടുത്ത ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റാണ്. അതിൻ്റെ സൈസൊക്കെ ഇവിടെ ചെയ്യാം. ഇനി കളർ തൊട്ട് താഴെയുണ്ട്. ആ ഒരു കളർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതൊക്കെ മാറ്റാം. കണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ പാനൽ വരും. അത് ഇങ്ങനെ മാറ്റി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തും എടുക്കാം കേട്ടോ. അതൊക്കെ ഡീപ്പായിട്ട് പോകുമ്പോഴാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പണിയാം. എന്നിട്ട് ഇവിടെ അറിയില്ല, ഇതിന് മാറ്റുന്നില്ല. വേണമെങ്കിൽ ഇവിടെ മാറ്റിയിട്ട് പിക്സൽ എന്ന് ഞാൻ അടിക്കാം. പിക്സൽ മലയാളി ഇത്രേ ഉള്ളൂ. കണ്ടോ, ഇനി ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വരും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ കൊണ്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി അത് ഞാൻ ചുമ്മാ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ടെക്സ്റ്റിൻ്റെയൊക്കെ പരിപാടി മനസ്സിലായല്ലോ. ഈ ടെക്സ്റ്റും എല്ലാം മനസ്സിലായി. ഇനി നമ്മൾ ഒരു വീഡിയോയുടെ അവസാനം എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് കണക്ക് ഇവിടെ നിന്നൊരു എഫക്റ്റ് തന്നെ പിടിച്ചിട്ട് ഇതിനെ അവസാനിപ്പിക്കാന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോവും. അല്ലെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടഞ്ഞങ്ങ് പൊക്കോളും വീഡിയോ. ഇങ്ങനെ അടഞ്ഞങ്ങ് വീഡിയോ പൊക്കോളും.
അങ്ങനത്തെ എഫക്റ്റ് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഏറ്റവും അവസാനം വന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് ഡാർക്കായി അങ്ങ് പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതിന് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഷിഫ്റ്റ് ഞെക്കി കുറച്ചൊന്ന് വലുതാക്കി വെക്കുകയാണ് കേട്ടോ. കുറച്ചൊന്ന് വലുതാക്കിയിട്ടുണ്ട്. ഇനി ഈ ഈ ക്ലിപ്പിലോട്ട് മൗസ് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ടോപ്പിലായിട്ട് ഇവിടെ കണ്ടോ, ടോപ്പിലായിട്ടൊരു ചെറിയൊരു വൈറ്റ് ഒരു ആരോ മാർക്ക് കണക്ക് ഒരു ലൈറ്റ് ഒരു ഇത് കണ്ടോ, അതിലൊന്ന് മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ 2 ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന കണക്കൊരു ഇത് വരും. എന്നിട്ട് മൗസ് ഞെക്കി പിടിക്കുമ്പോൾ അതിലൊരു ഓറഞ്ച് കളർ എത്തിയുണ്ടോ. ഇനി പതുക്കെ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇതേ കണ്ടോ, ഇങ്ങോട്ട് എത്ര നീക്കുമോ അത്രയും ഇങ്ങനൊരു ഷെയ്ഡ് വന്നു. ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് വന്നാണ്ടോ. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ഈ ഷെയ്ഡിനനുസരിച്ച് ഈ ഷെയ്ഡ് ഉദ്ദേശിക്കുന്നത് എന്താ, ഇവിടെ ഇരുട്ടാവുന്നു, ഇരുട്ട് കൂടി വരുന്നു, കൂടി ഇങ്ങെത്തുമ്പോൾ ഫുൾ ഇരുട്ടാവുന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇട്ട് പോകുന്നുണ്ട്, ഇട്ടായി കഴിഞ്ഞു. ഇതാണ് സംഭവം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്ന രീതിയായി. ഇനി നിങ്ങൾക്ക് നമ്മളിവിടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വീഡിയോ ഇങ്ങ് ചേർത്താണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങോട്ട് നീക്കിയിട്ടൊന്നുമില്ല. എങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഇട്ടല്ല ചെയ്തത്, കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് ചെയ്തതെന്ന് വിചാരിക്കുക. സോറി. അപ്പോൾ നിങ്ങളെ ഈ സാധനം മാറ്റുന്ന സമയത്ത് ഞാനിപ്പോൾ മാറ്റിയെടുക്കുക മാറ്റരുത്. കൺട്രോൾ Z അടിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതൊന്നും നിങ്ങളിപ്പോഴേ ഒരുപാട് ഓഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഓഡിയോ നേരത്തെ എനിക്ക് പറ്റിയ കണക്ക് ഇങ്ങോട്ട് കൂടെ വന്നെന്ന് വരത്തില്ല, സെലക്ട് ആയില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യരുത്, നേരെ ചെയ്യേണ്ടത് Ctrl+A പ്രസ് ചെയ്യുക. ഓൾ സെലക്ട് Ctrl+A പ്രസ് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആവും. പിന്നെ നിങ്ങളൊന്നും വിട്ടുപോയില്ല. എന്നിട്ട് എവിടെയും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് മൂവ് ആവും. ഓക്കെ, ഞാൻ ഇങ്ങനെ മൂവായി വയ്ക്കുകയാണ്. മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഷിഫ്റ്റ് ആക്കി ഇതിനൊന്ന് ചെറുതായിക്കോട്ടെ. ഇതും ശകലം ഇങ്ങനെ വലുതാക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടം തൊട്ട് നമുക്ക് വീഡിയോയുടെ ഇവിടം വരെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്ത കണക്ക് തന്നെയാണ് ഇന്നും ഔട്ടും സെലക്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൂടി, ഈ ബ്ലാക്ക് ഫ്രെയിമും കൂടി ഇത്രയും ഭാഗവും കൂടി ടൈം അതിൽ കയറി വരും. അത്രയും വേണ്ട. നമ്മൾ എവിടെ തൊട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇവിടം തൊട്ടാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ അവിടെ കൊണ്ട് ഈ ഒരു ബാറുണ്ടല്ലോ, ഇത് അവിടെ കൊണ്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം ഐ പ്രസ് ചെയ്യുക. ഐ പ്രസ് ചെയ്യുമ്പോൾ മുകളിൽ ഇവിടെ ഒരു ഇന്നും ഔട്ടിനുള്ള സെലക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഇങ്ങോട്ട് നീക്കിയിട്ട് എവിടം വരെയാണോ വീഡിയോ വേണ്ടത് അവിടെ അടുത്ത ഈ ഒരു ബാർ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഓ പ്രസ് ചെയ്യുക. അപ്പോൾ ഒത്തിരി ചെറുതാക്കി ഞാൻ ഇത് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇന്നും ഔട്ടും ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്ത പേജ് ഡെലിവറാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കളർ പേജൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോ നമുക്ക് പിന്നൊരു ദിവസം ചെയ്യാം. കാരണം ഇതില്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകും. നാളെ നമുക്ക് ഇനി ഇതിൻ്റെ കളർ ചെയ്യുന്ന സിമ്പിളായിട്ട് എങ്ങനെയൊക്കെയാണ് സ്കിൻ ടോണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതെന്ന് നാളെ ഇതിൽ കാണിച്ചു തരാം. ഇനി എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ഇന്നലെ കാണിച്ചാണ്. ഇതും കൂടി ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നും ഔട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഇതിൽ ഞെക്കുവാണ് ഞാൻ. അതായത് ഡെലിവർ എന്ന് പറയുന്ന ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ആണ് ഇവിടെ വരുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ ഒരു ഐക്കൺ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ഐക്കണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളൊരു ലിസ്റ്റ് ഇങ്ങനെ ഫുൾ ഈ സൈഡ് മൊത്തം നിറഞ്ഞ് കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എവിടെയാണോ ഇത് സേവ് ആവേണ്ടത് ആ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സേവ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വീഡിയോയുടെ പേരെന്താണ്, വീഡിയോ എങ്ങനെ സേവ് ആവണമോ അതിൻ്റെ പേര് കൊടുക്കുക. ഞാനിവിടെ ടെസ്റ്റ് എന്ന് മാത്രം കൊടുക്കുന്നു, ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇതൊന്നും മാറ്റരുത്, സിംഗിൾ തന്നെ കൊടുക്കുക. ഇൻഡിവിജ്വൽ ക്ലിപ്പ് ആക്കരുത്. ഈ സിംഗിൾ ക്ലിപ്പ് എന്നുള്ളത് മാത്രം സെലക്ട് ആവണമെന്ന് ഉറപ്പുവരുത്തുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഫോർമാറ്റ് മാക്സിമം MP4 തന്നെ എക്സ്പോർട്ട് ചെയ്യുക. നമ്മൾ ഓൺലൈൻ ഇടുമ്പോഴായാലും കസ്റ്റമറിനൊക്കെ കോപ്പി ചെയ്ത് കൊടുക്കാനായാലും എന്തിനായാലും MP4 തന്നെ ആക്കാൻ നോക്കുക. അതാണ് ബെറ്റർ. എല്ലാത്തിനും അപ്പം സപ്പോർട്ട് ചെയ്തോളും കേട്ടല്ലോ. അപ്പോൾ MP4 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കോഡിങ് നമ്മൾ H.264 എന്നുള്ള അത് കോഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി ഒന്നും മാറ്റേണ്ടതില്ല, എല്ലാം ഡിഫോൾട്ടായിട്ട് ബൈ ഡിഫോൾട്ട് എന്തൊക്കെയാണോ അതുപോലെ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് താഴെ ഇവിടെ ബാലൻസ്ഡ് മാറ്റിയിട്ട് ക്വാളിറ്റി കൊടുക്കുക. ഞാനിങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മുമ്പത്തെ വെർഷനിലൊക്കെ ഇവിടെ മുമ്പത്തെ എന്നല്ല, നമ്മൾ സ്റ്റുഡിയോ വെർഷനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബിറ്റ് റേറ്റിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും, ക്വാളിറ്റി. അത് വേണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇട്ട് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമ്മൾ
ഇവിടെ ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബെസ്റ്റ് ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നോക്കി വെച്ചോളുക. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ടതില്ല, വേറെ ഒന്നും എല്ലാം ഡിഫോൾട്ടായിട്ട് കിടന്നോട്ടെ. നിങ്ങളതൊന്നും ഇപ്പം നോക്കണ്ട കേട്ടോ. ഇനി ആഡ് ടു റെൻഡർ ക്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് റെൻഡർ ഓൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ അങ്ങ് ക്ലിക്ക് ചെയ്യുക. ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെൻഡർ ആവും. ഇവിടെ പ്ലേ ബാക്ക് നടക്കും. ഈ പ്ലേ ബാക്കിലൂടെയാണ് റെൻഡർ ആവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഗ്രീൻ ലൈൻ കയറി പോകുന്നത്. ഇവിടെ 36, 40, 45 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളത് ഓക്കെ, വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുത്താൽ എവിടെയാണോ സേവ് ആയത് അങ്ങോട്ട് പോയി ഓപ്പൺ ആവും. അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഇനി ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. എൻ്റെ എബൌട്ട് സെക്ഷൻ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളത്. ദേ, ഗ്രാഫിക്സ് കാർഡ് ഞാൻ 6 GB NVIDIAയുടെ GeForce RTX 3050 എന്ന് പറയുന്ന മോഡലാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. തൊട്ട് മുമ്പ് എൻ്റെ ഇരുന്നത് വെറും 720, 710 എന്നോ പറയുന്ന, ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോഡൽ മറന്നുപോയി. അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെയധികം ശോകമായിരുന്നു. നമ്മുടെ ഡാവിഞ്ചി റിസോൾട്ടിലെ ടൈം ലൈനൊന്നും അനങ്ങത്ത് പോലും ഇല്ലായിരുന്നു. അതായത് കളർ ഗ്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങത്തില്ല. അങ്ങനത്തെ ഉള്ളൊരു ഓപ്ഷനിലൂടെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കുറേ നാൾ എഡിറ്റ് ചെയ്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ടാണ് മടുപ്പ് തോന്നിയിട്ട് ഡാവിഞ്ചി റിസോൾവ് നല്ല രീതിയിൽ വർക്കാവാൻ വേണ്ടിയിട്ട് ഈ 3050 എന്ന് പറയുന്ന RTX 3050 വാങ്ങിച്ചത്. മിനിമം നിങ്ങൾ ഇതെങ്കിലും വാങ്ങിക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഇപ്പോൾ 17-15 രൂപയ്ക്കൊക്കെ ഇത് കിട്ടും. സെക്കൻഡ് മാക്സിമം ഈ ഗ്രാഫിക്സ് കാർഡ് സെക്കൻഡ് വാങ്ങിക്കാതിരിക്കുക. ബെറ്റർ അതാണ്, വാങ്ങിക്കാതിരിക്കുക. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളൊരു സാധനം കൂടിയാണ്. കാരണം എന്തെങ്കിലും കറണ്ടിൻ്റെ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് ഒക്കെ അടിച്ചു പോകാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഗ്രാഫിക്സ് കാർഡ് കൂടുതൽ വർഷം വാറൻറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ റീസെയിൽ വാല്യൂ കുറച്ച് കിട്ടും മറിച്ച് വിൽക്കാനായാലും. അല്ലെങ്കിൽ അത്രയും നാൾ ഉപയോഗിച്ചിട്ട് അടുത്ത അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കംപ്ലൈൻറ്റ് വല്ലതും വന്നാൽ ശരിയാക്കാൻ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന GeForceൻ്റെ RTXൻ്റെ 3050 എന്ന് പറയുന്ന മോഡലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ റാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എൻ്റെ DDR4 റാമാണ്. റാം എന്ന് പറയുന്നത് 24 GB റാമാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഈ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാം ഞാനിപ്പോൾ എൻ്റെ 2 സ്ലോട്ടാണുള്ളത്. ആ 2 സ്ലോട്ടിൽ ഒന്ന് 16ഉം ഒന്ന് 8 GB ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് 8 GB ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ 16 GB വാങ്ങിക്കണം. കാരണം 2 സ്ലോട്ടേ ഉള്ളൂ. ഒന്നിൽ 8 GB, ഒന്നിൽ 16 കിടക്കുന്നത്. ഇനി എനിക്ക് 8 GB ഇടാൻ പറ്റും. അപ്പോൾ 16 GB 2 എണ്ണമായിട്ടേ സ്റ്റിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 24 GB ആണ്. ഇത് ധാരാളമാണ്. റാം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി കമ്പ്യൂട്ടറിന് ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും i5ൻ്റെ 9th ജനറേഷനാണ്. പഴയ വെർഷൻ തന്നെയാണ്, പഴയ മോഡൽ തന്നെയാണ്. ഒരുപാട് പഴയതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, എന്നാലും നമുക്കിത് മതി. ഇപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഇരുന്ന ഡ്യുവൽ കോർ പെൻറ്റിയം എന്ന് പറയുന്ന സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഇൻ്റലിൻ്റെ തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള നല്ലൊരു കിടിലൻ പ്രൊസസ്സറായിരുന്നു അവരിറക്കിയതിൽ. ഈ ഡ്യുവൽ കോർ പെൻറ്റിയം എന്ന് പറയുന്നത് ആ സമയത്ത്, അതായത് ഈ i3 i5 ഒക്കെ പറഞ്ഞതിന് കുറേ മുമ്പുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഇപ്പോഴും ആ പെൻറ്റിയത്തിൻ്റെ പ്രൊസസ്സർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ പെൻറ്റിയം ഡ്യുവൽ കോർ പെൻറ്റിയം എന്ന് പറയുന്നൊരു പ്രൊസസ്സറുണ്ട്. അതാണ് സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എൻ്റെ ഡ്യുവൽ കോർ പെൻറ്റിയം എന്ന് പറയുന്ന ആ ഒരു പ്രൊസസ്സറിൽ ഞാൻ ഡാവിഞ്ചി റിസോൾവ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പ്, ഡാവിഞ്ചി റിസോൾവ് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ മദർ ബോർഡിൽ SSD ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റാമും അത്യാവശ്യം കയറ്റി കൊടുത്തു. അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ ഒരു ഡാവിഞ്ചി റിസോൾവിൽ വന്നിട്ട് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഫക്റ്റൊക്കെ വാരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്റ്റക്കായിരിക്കും. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഫുൾ എഡിറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കളർ ഗ്രേഡിംഗ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പ്ലേ ബാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് പ്ലേ ആയിട്ട് കണ്ട് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലൊക്കെ. പക്ഷേ ഞാൻ അതിലും ഡാവിഞ്ചി റിസോൾവ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ ഈ i5ൻ്റെ 9th ജനറേഷൻ ഓക്കെയാണ്, ബെറ്ററാണ്. ഇത് തന്നെ മതി വർക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് GPU, അതായത് ഗ്രാഫിക്സ് കാർഡാണ്. നിങ്ങൾ ഈ എഡിറ്റിങ്ങിൻ്റെ കേസിൽ, വീഡിയോ എഡിറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രാഫിക്സ് കാർഡാണ്.
പ്രൊസസ്സറിനുള്ള പണിയേക്കാളും ഗ്രാഫിക്സ് കാർഡിന് നല്ല പണിയുണ്ട്. ഗ്രാഫിക്സ് കാർഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ പ്രൊസസ്സറിന് പണിയില്ല എന്നല്ല കേട്ടോ, പ്രൊസസ്സറിന് നല്ല രീതിയിൽ പണിയുണ്ട്. നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് വയ്ക്കുമ്പോൾ നല്ല രീതിയിലുള്ള പണി ഗ്രാഫിക്സ് കാർഡ് എടുക്കും. അതോടുകൂടി നിങ്ങളുടെ ലാഗ് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത്രേ പറയാനുള്ളൂ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച്. പിന്നെ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ആലോചിക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ പവർ സപ്ലൈ അകത്ത് വയ്ക്കുന്ന SMPS വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അത് എപ്പോഴും സൂക്ഷിക്കുക. അത് നിങ്ങൾ വാങ്ങിക്കുന്ന ഈ ഒരു ഗ്രാഫിക്സ് കാർഡിന് താങ്ങാൻ പറ്റുന്ന, പവർ നൽകാൻ പറ്റുന്ന SMPS ആണോ നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലാതെ വാങ്ങിച്ച് കളയരുത്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. കാരണം ഈ ഗ്രാഫിക്സ് കാർഡ് വർക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഓവർ കറണ്ട് വേണ്ടി വരും. പെട്ടെന്ന് സഡനായിട്ടൊക്കെ കറണ്ട് കൂടുതൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള, പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ SMPSന് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് SMPS വാങ്ങിക്കുമ്പോൾ മിനിമം ഒരു 550 വാൾട്ടിൻ്റെങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഇരിക്കുന്ന ഈ 3050 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഗ്രാഫിക്സ് കാർഡിന് പ്രത്യേകം കറണ്ട് വേണ്ട. കാരണം അത് ബോർഡിൽ നിന്ന് തന്നെ ഡയറക്റ്റ് സ്ലോട്ട് വഴി എടുത്താണ് വർക്ക് ആവുന്നത്. ഈ ഇതിനേക്കാളും കുറച്ചും കൂടി കൂടിയ വെർഷൻസ് വരും തോറും, അതുപോലെ തന്നെ ഈ 8 GB അങ്ങോട്ട് ഇതിൻ്റെ ഈ GBസിൽ വ്യത്യാസം വരുമ്പോഴും ഇത് ഡയറക്റ്റ് നമ്മുടെ SMPSൽ നിന്ന് വേറൊരു കറണ്ട് നമ്മൾ ഗ്രാഫിക്സ് കാർഡിന് വർക്കാവാൻ വേണ്ടി, അതിൻ്റെ ഫാൻസൊക്കെ വർക്കാവാനും എല്ലാത്തിനും വേണ്ടിയിട്ട് പ്രത്യേക ഒരു കറണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഗ്രാഫിക്സ് കാർഡുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ 550 മുകളിലോട്ട് ഉള്ള SMPS വാങ്ങിക്കുക. മാക്സിമം കൂടിയത് തന്നെ വാങ്ങിക്കുക കേട്ടോ. കുറഞ്ഞ കമ്പോണൻസ് ഉള്ള ഒന്നും വാങ്ങിക്കരുത്. അതിലും 18+ ബ്രൗൺസ് ഉള്ളതോ ഗോൾഡ് ഉള്ളതോ അങ്ങനെയൊക്കെ വാങ്ങിക്കുക. ഇത് മാറുന്തോറും റേറ്റ് വ്യത്യാസം വരും കേട്ടോ, നിങ്ങളത് ഒന്ന് നോക്കിയാൽ മതി. 18+ ബ്രൗൺസ് മിനിമം വാങ്ങിക്കാൻ നോക്കുക. എൻ്റെ ഇരിക്കുന്ന 80+ ബ്രൗൺസിൻ്റെ എനിക്കൊന്ന് MSIയുടെ ആണെന്ന് തോന്നുന്നു. MSIയുടെ 18+ ബ്രൗൺസിൻ്റെ 550 വാട്ടിൻ്റെ സാധനമാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എനിക്കത് മതി. കാരണം ഈ ഒരു 3050 വന്ന ഗ്രാഫിക്സ് കാർഡിന് അധികമായിട്ട് കറണ്ട് വേണ്ട, അതും 6 GB ആയതുകൊണ്ട്. പിന്നെ 8 GB ഗ്രാഫിക്സ് കാർഡായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ നിങ്ങൾക്ക്. അതായത് 6 GB-യേക്കാളും 8 GB വന്നു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ എനിക്കിത് ഓക്കെയാണ് കേട്ടോ. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു 720 അതെന്ത് ഞാൻ മറന്നു. ഈ സോട്ടാക്കിൻ്റെ തന്നെ ഏതോ ഒരു 720 ആണ്. അതിൻ്റെ പടം ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. അതിൽ സംഭവം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇതിലോട്ട് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇപ്പോൾ ലാഗ് എന്ന് പറയുന്ന സാധനം ഞാൻ കാണാറില്ല അധികം. മറ്റേത് ലാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പ്ലേ ആവില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇപ്പോൾ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇതുപോലെയാണ് കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്ലേ ബാക്ക് കണ്ടുപോയില്ല. പിന്നെ ഒരു ഓപ്ഷനുണ്ട്, ഇവിടെ പ്ലേ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈം ലൈൻ കണ്ടോ, പ്ലേ ബാക്ക് റെസൊല്യൂഷൻ എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഫുള്ള് കിടക്കുന്നുണ്ടോ. ഈ ഫുള്ള് ഞാൻ ഇടാറേ ഇല്ലായിരുന്നു. ഞാൻ ഈ ക്വാർട്ടർ അല്ലെങ്കിൽ ഹാഫ്, ഈ ക്വാർട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ക്വാളിറ്റി ലോസ് ആവും. അതായത് നമുക്ക് കാണുമ്പോൾ മാത്രം ക്വാളിറ്റി ലോസ് ആവും, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് വരില്ല. കാണുമ്പോൾ ഈ പ്ലേ ബാക്കിൽ കുറച്ച് ക്വാളിറ്റി ലോസ് ആവും. അപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്കിവിടെ കണ്ടുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഇതിൽ പ്ലേ ബാക്കിൽ സത്യം പറഞ്ഞാൽ ക്വാർട്ടറൊന്നും ഇടാറില്ല, ഫുള്ളിട്ട് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും ബെറ്ററാണ്. നമ്മൾ ക്വാർട്ടറൊക്കെ ഇട്ട് വർക്ക് ചെയ്താൽ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു GPU ആണെങ്കിലും കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് സ്പെക്കിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ ഇനി വലിയൊരു അപ്ഡേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അത് കുറച്ച് ടൈമോടെ എടുക്കും. ടൈം എടുത്തിട്ട് നമ്മൾ കിട്ടില്ല ഒരു പ്രൊസസ്സറോട് കൂടി നല്ല രീതിയിലൊരു വമ്പൻ അപ്ഡേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ PC ബിൽഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ.